ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാക്രോണി റെസിപ്പിയാണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തന്നെ വിചാരിക്കുന്നു. വേണമെങ്കിൽ ഒരു മാക്രോണി ബിരിയാണി എന്നൊക്കെ പറയാം. ആ ഒരു ടേസ്റ്റിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ വീട്ടിൽ മാക്രോണി ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഒരേ രീതിയിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കൊരു വെറൈറ്റിക്ക് വേണ്ടി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം അതുപോലെ തന്നെ ഷെയർ ചെയ്യേണ്ട കാര്യം ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതുകൂടെ. അപ്പോൾ അതൊന്ന് കണ്ടു വയ്ക്കാമല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്കുള്ള മാക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചെടുത്തിട്ട് വെള്ളം നന്നായിട്ട് ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്കൊരു 1.5 കപ്പ് അളവിൽ മാക്രോണിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് വേണ്ടി വരും ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട്. നല്ലോണം തിളച്ച് വെന്ത് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് അങ്ങനെ കറക്റ്റ് ഒന്ന് മുറിക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പാകത്തിന് വെന്തിട്ടുണ്ടാവട്ടെ. അത്യാവശ്യം വെന്തോട്ടെ, അല്ലെങ്കിൽ കഴിക്കുന്ന സമയത്ത് പിന്നെ ഡ്രൈ ആയിട്ടൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നല്ലോണം വെന്തിട്ടുള്ള ഈ ഒരു മാക്രോണി നമുക്ക് വെള്ളം കളഞ്ഞിട്ട് ഒരു സൈഡിലേക്ക് എടുത്ത് വെക്കാം. വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് വെക്കുന്ന സമയത്ത് അതിൻ്റെ മേലെ ഒരു ഇത്തിരി ഓയിലോ അല്ലെങ്കിൽ ഒരു ഇത്തിരി പച്ചവെള്ളമോ ആക്കിയിട്ടൊന്ന് കുടഞ്ഞ് വെക്കുകയാണെങ്കിൽ കൂടുതൽ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു മാക്രോണി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ചൊരു ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് വെക്കുന്നുണ്ട്. മസാല ആക്കുന്നൊന്നും കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇതിലേക്ക് ഒരു 150 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ എടുത്ത് നല്ല ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു ഇത്തിരി ചെറുനാരങ്ങ നീരും പിന്നെ ഒരു ഇത്തിരി കോൺഫ്ലോറും കൂടെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. നമ്മൾ സാധാരണ പൊരിക്കുന്നില്ല അതുപോലെ തന്നെയാണ്. അപ്പോൾ നല്ല ഉഷാറായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഈ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് മാറ്റി വെക്കാം കേട്ടോ. 2-3 ടേബിൾ സ്പൂണൊക്കെ നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് വേണം. ഇനി ഈ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള ഇതുപോലെ മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് നീളത്തിലല്ല, ചെറുതായിട്ടൊന്ന് കനം കുറച്ചിട്ട് ഈ ഒരു രീതിയിൽ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. സവാള അത്യാവശ്യം വഴന്ന് വന്നോട്ടെ. എന്താണെന്ന് വെച്ചാൽ നമ്മളിതൊരു ബിരിയാണി മസാല ടേസ്റ്റിലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം ആ ഒരു ടെക്സ്ചറിൽ തന്നെയാണ് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇതുപോലെ വഴന്ന് വരുന്ന സമയത്ത് ഇനി കുറച്ച് ഒരു ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ചതച്ചെടുത്തൊരു പേസ്റ്റാണ്. ഒരു 1.5 to 2 ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെയും ഒരു പച്ചമണം മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു വലിയ തക്കാളി എടുത്തിട്ട് നല്ല ചെറുതായിട്ട് കനം കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. തക്കാളിയും ഈ പറയുന്ന പോലെ തന്നെ നല്ലോണം ഒന്ന് വെന്ത് ഉടഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിക്കോട്ടെ കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. ആദ്യം ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബിരിയാണി മസാലയാണ് കേട്ടോ. നമ്മൾ ഗരം മസാല ബിരിയാണിക്ക് എടുക്കുന്നുണ്ടല്ലോ, ആ ഒരു മസാലപ്പൊടിയാണ്. ഒരു 1.5 to 2 ടീസ്പൂണിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. മിക്സ് ആക്കിയിട്ട് നമ്മൾ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും നോക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇത് മിക്സ് ആക്കുന്ന സമയത്ത് തന്നെ കുറച്ചൊരു വലിയ ജീരകത്തിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് നല്ലൊരു മസാലയുടെ നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ടാവും ഇപ്പോൾ തന്നെ. എന്നിട്ടൊരു 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തിട്ടുള്ളത്. തൈര് നല്ല പുളിയുള്ളതാണെങ്കിൽ ചെറുനാരങ്ങ നീരിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഇതിപ്പോൾ അത്ര പുളിയില്ല. അപ്പോൾ അതുകൊണ്ട് പുളി അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്തിയാൽ മതി. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. തൈരൊക്കെ നല്ലോണം വഴന്ന് വന്നോട്ടെ കേട്ടോ. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നുണ്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ചൊരു സോയ സോസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഒരു 2-3 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പുതിനയിലയും ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. ഒരു മല്ലിയും പുതിനയും കൂടി വരുമ്പോഴാണല്ലോ ബിരിയാണിയുടെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. നല്ലോണം മിക്സ് ആക്കി എടുത്തതിന് ശേഷം പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ചൊരു നെയ്യിൻ്റെ ടേസ്റ്റും കൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യോട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, പക്ഷേ കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് ഒരു ഗ്രേവി ഉണ്ടാവണം. എന്നാലാണ് നമ്മൾ മാക്രോണി ഇതിലേക്ക് ഇട്ട് മിക്സ് ആക്കുമ്പോൾ ആ ഒരു മാക്രോണിക്ക് ചെറിയൊരു നനവ് ഉണ്ടായാലും നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളം വേണ്ട, എന്നാലും പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്നും അങ്ങ് തിളച്ചോട്ടെ. ആ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇട്ടിട്ട് അങ്ങ് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി മസാല റെഡി ആവും കേട്ടോ. ഏകദേശം നമ്മൾ കറക്റ്റ് നമ്മൾ സാധാരണ ബിരിയാണിക്ക് ഉണ്ടാക്കുന്ന ഒരു മസാലയുടെ കറക്റ്റ് ടേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഇതിന്.
ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള മാക്രോണി ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ആദ്യം മിക്സ് ആക്കുന്ന സമയത്ത് ഒരു ഇത്തിരി മസാല കൂടുതലുള്ളതുപോലെ തോന്നും, പക്ഷെ അത് കുഴപ്പമില്ല കേട്ടോ, കറക്റ്റ് അളവായിരിക്കും. എന്താണെന്ന് വെച്ചാൽ മാക്രോണിയിലേക്ക് കുറച്ച് ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് പിടിച്ച് എല്ലാം കൂടെ ഒത്തിരി ഒന്ന് ഡ്രൈ ആവാനുണ്ട്. നല്ലോണം മിക്സ് ആക്കി നമ്മൾ കഴിക്കാനാകുമ്പോഴത്തേക്കും കറക്റ്റ് അളവിലായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു ഇത്തിരി കൂടെ മല്ലിയിലയും പുതിനയിലയുടെയും അതുപോലെ തന്നെ നമ്മുടെ ബിരിയാണി മസാല ഒക്കെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരിയും കൂടിയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ, ആ ഒരു ഫുൾ ടേസ്റ്റ്. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ മാക്രോണിയിലേക്ക് ആകുമ്പോൾ നെയ്ച്ചോറ് വെച്ചിട്ട് ബിരിയാണി വെക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല, എന്നാലും പക്ഷേ ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്ര തന്നെയുള്ള പരിപാടി. നല്ല ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് മാക്രോണി ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ജസ്റ്റ് മുട്ടയൊക്കെ ഇട്ടിട്ടുള്ള ഒരു മസാലയിൽ ഉണ്ടാക്കലുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ വൈറ്റ് സോസ് ഒക്കെ ആക്കിയിട്ടൊക്കെ അങ്ങനെയും ചെയ്യലുണ്ട്. ഇതെന്ന് പറയുമ്പോൾ സാധാരണ മസാല പോലെ തന്നെ, പക്ഷേ ആ ഒരു ബിരിയാണി മസാലയുടെ ഒക്കെ ഒരു ടേസ്റ്റിൽ ചെയ്യുമ്പോൾ വേറെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റിലും കൂടെ കഴിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇനി എപ്പോഴെങ്കിലുമൊക്കെ വീട്ടിൽ മാക്രോണി വാങ്ങിയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലും കൂടെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ശരിക്കും ഇതിങ്ങനെ നല്ല ചൂടോട് കൂടി തന്നെ ഒരു സ്പൂൺ എടുത്ത് കഴിക്കുന്ന സമയത്ത് സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കിക്കോളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറക്കരുത്. പിന്നെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടെ കേട്ടോ. അപ്പം എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്